ஆமா. நான் நிமிஷாண்ட கேஸ் നിങ്ങള് എന്ത് സംഭവിച്ചു? കേസ് എന്ത് സംഭവിച്ചു? പിന്നെ അവരുടെ അറസ്റ്റും നിങ്ങൾക്ക് എപ്പടി എങ്ങനെ അറിഞ്ഞത് നിങ്ങൾ? തുടക്കം തന്നെ 2018 ഓഗസ്റ്റ് മാസം 18-ാം തീയതി എങ്ങാണ്ടാണ് ആദ്യം മനോരമ പത്രത്തിൽ വന്നത്. മനോരമ പത്രത്തിൽ വന്ന അതിനുശേഷം ഞാൻ കാര്യങ്ങൾ അറിയണത്. എന്നോട് പറയാതിരിക്കാൻ എല്ലാവരും പരിശ്രമിച്ചു. പക്ഷെ സാറ് ചില കാര്യങ്ങളൊക്കെ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. അമ്മ വിഷമിക്ക വേണ്ട, നമുക്ക് അതിന് വേണ്ട വഴികൾ ഉണ്ടാക്കാം എന്ന് എന്നെ ആശ്വസിപ്പിച്ചു. അന്ന് മുതൽ സാമൂല് സാറ് എന്നോട് സംസാരിച്ച് എനിക്ക് പറഞ്ഞു തരും. സാറ് പറയുന്നത് ഞാൻ കേൾക്കുള്ളൂ, വേറെ എവിടെയും കേട്ടിട്ട് അതിന്റെ കാര്യങ്ങൾ അറിയില്ല. ഇന്ത്യൻ സർക്കാർ ഇല്ലേ, ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ഉള്ള ഓഫീസർ നിങ്ങളുടെ ഫസ്റ്റ് എന്താ പറഞ്ഞിരുന്നു ഈ കേസ് റിലേറ്റഡാ? ഇന്ത്യൻ സർക്കാർ, ഗവർണർ എല്ലാരും എനിക്ക് അമ്മ വിഷമിക്കണ്ട, മോളെ രക്ഷിച്ച് നമുക്ക് കിട്ടും എന്നൊക്കെ എനിക്ക് ധൈര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോഴും 2021 ഞാന് തിരുവനന്തപുരം എല്ലാവരെയും കാണാനായിട്ട് പോയി. അന്നേരം ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറ്, മകൻ, മറ്റ് എല്ലാ മന്ത്രിമാരൊക്കെ അവിടെ ഉള്ള സമയത്ത് എല്ലാവരെയും കാണാൻ വേണ്ടി ഞാന്, നിമിഷയുടെ മോള്, നിമിഷയുടെ ഭർത്താവ് ടോമി, സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിലെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും തീർച്ചയായും മോളെ നമുക്ക് രക്ഷിക്കാം, തീർച്ചയായും മോള് രക്ഷപ്പെട്ടു വരും, അമ്മ വിഷമിക്കണ്ടെന്നാ പറഞ്ഞിട്ടുള്ളൂ. ആമാ, ഈ നിമിഷാന്റെ കേസ് സർക്കാരിന്റെ സഹായം എത്ര നിങ്ങൾക്ക് ഇതാ ഉണ്ടായിരുന്നത്? എല്ലാവരെയും കാണാൻ ഞാന് ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും ഇപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ 1 വർഷവും 3 മാസമായി. അവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഫോണിൽ കൂടി വീഡിയോ കോളൊക്കെ സംസാരിക്കാറുണ്ട്. ഉദ്യോഗസ്ഥര് അമ്മ ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് നിമിഷനെ രക്ഷിക്കാൻ കഴിയും, ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ധൈര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മഹ്ദിന്റെ ഫാമിലി നിങ്ങൾ നേരിൽ കണ്ടോ? ആ ഫാമിലി സെല്ല് എന്ത് പറഞ്ഞു നിങ്ങൾക്കിട്ടെ? ഇവിടുത്തെ നിയമപ്രകാരം പെൺകൾക്ക് അവിടെ പോകാനോ അവരുടെ ഇടയിൽ മീറ്റിംഗ് നടക്കുന്നിടത്ത് പോകാനോ ഒന്നും കഴിയില്ല. എങ്കിലും സാമുവൽ സാറ് ചില മീറ്റിങ്ങിന് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് വക്കീലിന്റെ ഇവിടേക്ക്. ഒരു ദിവസം ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങള് എംബസി സ്റ്റാഫിനെ കാണാൻ പോയപ്പോ അവിടെ വെച്ച് ഞങ്ങള് ഇതുവരെ നിമിഷനെ സഹായിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന ഷെയ്ഖിനെ അവിടെ വെച്ച് കണ്ടു. അങ്ങനെയൊക്കെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇവിടുത്തെ ഇതില് നമുക്ക് പോകാൻ ഉള്ള ഒരു ഇതല്ല ഈ രാജ്യത്ത്. തീർച്ചയായും 2017-18 കാലഘട്ടങ്ങളിൽ നിമിഷയുടെ കേസ് ആദ്യം മനോരമ പത്രത്തിൽ വന്ന അന്ന് മുതല് മനോരമ ഓഫീസറിന്റെ അടുത്ത് സാറിന്റെ നമ്പർ ചോദിച്ച് മേടിച്ച് ഞാന് കോള് ചെയ്യുമായിരുന്നു. കോൾ ചെയ്ത് ഞാൻ വിവരങ്ങൾ അന്വേഷിക്കും. എന്റെ മോളെ രക്ഷിക്കണം എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ട്. അന്ന് മുതല് ഞാന് ദൈവത്തോട് മുറ വിളിക്കുന്നത്, ഈ മരിച്ച മകൻ, എന്റെ മകൻ തലാല് എന്ന ആ കൊച്ച് എനിക്ക് നഷ്ടമായത് എന്ന് ഞാൻ ദൈവത്തോട് വിളിക്കുന്നത്. എന്റെ കുടുംബത്തിന്ന് ഇങ്ങനെ ഒരു മകൻ നഷ്ടപ്പെട്ടു. എന്താ കാര്യം ഒന്നും എനിക്കറിയില്ല. ഞാനിവിടെ വന്നത് ഇപ്പൊ ഇത്ര നേരം ഞാൻ തൊട്ടടുത്ത് കസേരയിലിരുന്ന് പറയുന്നു, സാറ് സംസാരിക്കുന്നതെല്ലാം ഞാൻ കേൾക്കും. ഇത്രേ എനിക്കറിയുള്ളൂ. ഇതുമാതിരി ഒരു കുടുംബത്തും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ നിമിഷനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ട്. 6 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ ഞാൻ പോയി കണ്ടു. കുഴപ്പമില്ല. ആദ്യമായിട്ട് കഴിഞ്ഞ 2024 ഏപ്രിൽ 20-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് കാലുകുത്തുന്നത്. ഏപ്രിൽ 23-ാം തീയതി നിമിഷനെ കാണാൻ ചെന്നു. ഫസ്റ്റ് കാണുമ്പോ പക്ഷെ നിമിഷയ്ക്ക് വേണ്ട പോലീസുകാരികള്, അമ്മമാര് അവിടെ വേണ്ട ഇഷ്ടം പോലെ കൂട്ടിനുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അമ്മ ആദ്യം കാണുമ്പോ അമ്മയുടെ മുമ്പിൽ അവള് നല്ലപോലെ ഭയങ്കരമായ അവളുടെ വിഷമങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അമ്മയ്ക്ക് ധൈര്യം പറഞ്ഞു തരാനും
അമ്മനെ സഹായിക്കാനുമായിട്ട് അവളുടെ മനസ്സിലും തീർച്ചയായും അവൾക്ക് രക്ഷപ്പെടാൻ കഴിയും. രക്ഷപ്പെട്ട് അപ്പൊ അമ്മയും കൂടി എന്നെ ഒന്ന് കാണാൻ വന്നു. തീർച്ചയായിട്ടും എനിക്ക് രക്ഷപ്പെട്ട് നാട്ടിൽ ചെല്ലാനോ എന്റെ മോളെ കാണാനോ എന്റെ ഭർത്താവിന്റെ അടുത്ത് ചെല്ലാനോ എനിക്ക് കഴിയുമെന്നുള്ള ഉറപ്പിൽ അവൾ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ച് ലാസ്റ്റ് അവൾക്ക് വല്ലാത്ത വിഷമങ്ങളിലേക്ക് അവളെ കണ്ട വിഷമങ്ങൾ മനസ്സിലാവും. നമുക്ക് ഒരു അമ്മമാർക്ക് മക്കളെ കാണുമ്പോ അത് മനസ്സിലാവുമല്ലോ. ஆமா. பின்ன ഇവിടെ ഇന്ത്യൻ സർക്കാർ ഉണ്ട്. പിന്നെ ഇന്ത്യൻ സർക്കാർ നിങ്ങൾക്ക് எப்படி ഹെൽപ്പ് ചെയ്ത് കൊണ്ടിருக்கு ഇവിടെ നിങ്ങൾക്ക്? ഇന്ത്യയിൽ നിന്ന് എല്ലാവരും തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പേരും പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും എല്ലാവരുടെ സഹായങ്ങളും ഉണ്ട്. ഈ അവൾക്ക് കഴിഞ്ഞ 16-ാം തീയതി അവളെ കൊല്ലാനായിട്ട് ഡേറ്റ് നിശ്ചയിച്ചു. പക്ഷെ 15-ാം തീയതിയാണ് ഞാൻ ഓർക്കണം. തെറ്റാണെന്ന് അറിയാൻ പാടില്ല. ഗവർണർ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ഭാര്യ ഗവർണറിനെ കാണാൻ പോയതാണ്. ഉമ്മൻചാണ്ടി സാറ് മരിക്കണവരെയും സാറിനെ കാണാൻ പാടില്ലാതിരിക്കുമ്പോ ആര് കാണാൻ പോവുകയാണെങ്കിലും സാറ് ചോദിക്കുന്നത് മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ കാര്യം എന്തായിരുന്ന സാറ് കേൾക്കണം. എങ്ങനെ രക്ഷപ്പെടുത്താൻ എന്തൊക്കെയാണ് വഴികൾ എന്ന് സാറ് എന്നും ചോദിച്ചുകൊണ്ടിരിക്കും. സാറിന്റെ പ്രാർത്ഥന ഇപ്പോഴും ഞങ്ങളോടുകൂടി ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ ഉറപ്പ്. തീർച്ചയായിട്ടും അവളുടെ ജീവനെ രക്ഷിക്കാനായിട്ട് എപ്പോഴും ആ കുടുംബത്തെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഗവർണർ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ശാന്തി ഉമ്മ എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തന്നു. എന്റെ മോൻ ടോമി അവിടെ ഉണ്ടായിരുന്നു, നിമിഷയുടെ ഭർത്താവ്. അങ്ങനെ ഗവർണർ നേരില് എനിക്ക് അമ്മ വിഷമിക്കാതിരിക്കോ, അമ്മ കരയാതിരിക്കോ, നമുക്ക് മോള് രക്ഷപ്പെടുത്തി കൊണ്ടുവരാം, മോള് രക്ഷപ്പെട്ടു വരും എന്നുള്ള വാക്കുകൾ എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കുന്നതാണ്. ഇന്നലെ കൂടി എന്നെ ഒരു MP വിളിച്ചിട്ട്, ദീപ മോളെ എന്നാ ഞാൻ വിളിക്കുന്ന വക്കീല്, അവൾ ഇന്നലെ ഒരു MP കാണാൻ പോയിട്ട് MP ആയിട്ട് എന്നോട് സംസാരിച്ചു. അപ്പൊ അമ്മ ഇവിടം വരെയായി നമ്മള് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. തീർച്ചയായും മോള് രക്ഷപ്പെട്ടു വരും, അമ്മ സങ്കടപ്പെടാതിരിക്കൂ. എനിക്ക് കൂടുതലായിട്ടുള്ള എന്റെ ഇപ്പോഴത്തെ സങ്കടം എന്താന്ന് കേട്ടാല്, വാർത്ത പറയുന്ന മക്കളത് കുറ്റമല്ല, നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു തന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോഴാണ് നിങ്ങളത് പുറത്തിറക്കുള്ളൂ. അതുപോലെ പറഞ്ഞു കൊടുത്ത് ഉള്ളതും ഇല്ലാത്തതും ആവശ്യമില്ലാതെ 2017 കാലഘട്ടം മുതല് ദൈവം നമുക്ക് ഭാഷയിൽ പറയും പോലെ കടവുള കഴിഞ്ഞ എനിക്കൊരു മകനുണ്ടായ ഇതുപോലെ ചെയ്യോ ഇല്ല. എനിക്ക് ദൈവം കൊണ്ട് തന്ന സാമുവൽ സാറ് അന്ന് മുതൽ ഇന്ന് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് സാറ് ചെയ്ത കാര്യങ്ങൾ. സാറ് പകുതിയും കൂടി നിങ്ങളോട് ഇപ്പൊ പറയുന്നില്ല എന്ന് ഉറപ്പാ. അപ്പൊ അത്രയും കാര്യങ്ങൾ വേണ്ടത് അവരുടെ ഒരു സഹോദരി എന്നതില് നിമിഷനെ രക്ഷിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ആൾക്ക് വരുന്ന വിഷമങ്ങൾ കേട്ട് ഞങ്ങളിവിടെ എന്നോട് പരമാവധി വിഷമമുള്ള കാര്യങ്ങൾ പറയില്ല. എങ്കിലും ചില വാർത്തകള് നാട്ടിൽ പറയുന്നത് നിമിഷയ്ക്ക് ചേച്ചിയുണ്ട്, എറണാകുളത്താണ്. വല്ലപ്പോഴും ഇങ്ങനെ ചോദിക്കുമ്പോ അവള് പറഞ്ഞു പോകും ഇങ്ങനെയൊക്കെ വാർത്തയില് എന്ന്. അവള് അമ്മ അറിഞ്ഞു വിചാരിച്ച് അവള് പറഞ്ഞു പോകുന്നതാ. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ ചിലത് അറിഞ്ഞിട്ട് ഞാൻ ചോദിക്കുമ്പോ ഇവിടെ, എന്നാലും ഈ വീഡിയോ വരുന്നതൊന്നും എനിക്ക് ഇട്ടു തരുകയോ എന്നോട് പറയുകയോ ചെയ്യില്ല. $40,000 കൈക്കലാക്കിയിട്ട് എന്നുള്ള വാർത്തകള്. പക്ഷെ എന്താണെന്ന് ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ ഈ സത്യം മനസ്സിലാക്കുന്ന ആളാണ്. എംബസി ഗവൺമെന്റ് വഴി എംബസി കൈമാറി, എംബസി നിയമിച്ച വക്കീല് കൈമാറി, ചർച്ചകളും മറ്റു കാര്യങ്ങളും തീരുമാനിച്ചു. അന്നേരം വിളിച്ചു പറയുമ്പോ
അതിലൊരു അംഗമായിട്ട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് പോകും എന്നുള്ളതാണ് ഞാനിവിടെ അറിയുന്ന സത്യം. പക്ഷെ വാർത്തകൾ വരുന്നത് ഒരിക്കലും ചിന്തിക്കാത്ത വാർത്തകൾ പറഞ്ഞ ഒരാളെ എങ്ങനെയാണ് ഇങ്ങനെ, എന്താ പറയാ, എനിക്കറിയില്ല എന്താ പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ളതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണു എന്നുള്ളത് എനിക്ക് അതിന്റെയാണ് വിഷമം. ഏറ്റവും വലിയ വിഷമം അത് തന്നെയാണ്. ഒന്നും നിങ്ങള്, എന്റെ മകനാണ് തലാല്, എന്റെ മകൻ നഷ്ടപ്പെട്ടു പോയി. ഇനി ഇതിനു വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്തു തീരുമ്പോ ജയിലിൽ കിടക്കുന്ന എന്റെ മകളെയും രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഇരിക്കുന്നു. നിങ്ങൾ ആ കുടുംബത്തെ എനിക്ക് നേരിൽ കണ്ടോ? നിങ്ങൾ പറയുന്നു കുടുംബത്തിന് ഞാൻ അപ്പോഴേ പറഞ്ഞതായിരുന്നു, കുടുംബത്തെ നേരിൽ കാണാൻ ഇവിടുത്തെ സാഹചര്യം പാടില്ലാത്തതാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതാ, അങ്ങനെ പെൺകൾക്ക് പോകാൻ പാടില്ല. കഴിയോ എന്നറിയില്ല.